1999 ജൂലൈ മാസം. കാർഗിലിലെ മഞ്ഞുമലകളിൽ യുദ്ധം കൊടുമ്പിരിക്കൊള്ളുന്ന സമയം. ലോകം മുഴുവൻ ടൈഗർ ഹിൽ പിടിച്ചെടുക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അതിനോട് ചേർന്നുള്ള ഹെൽമെറ്റ് ടോപ്പ് എന്ന തന്ത്രപ്രധാനമായ കുന്നിൽ മറ്റൊരു രഹസ്യ പോരാട്ടം നടക്കുന്നുണ്ടായിരുന്നു. സമുദ്രനിരപ്പിൽ നിന്നും 18,000 അടി ഉയരത്തിൽ -ഡിഗ്രി തണുപ്പിൽ ശത്രുവിന്റെ ബങ്കറുകൾ തകർക്കുക എന്നത് ആത്മഹത്യാപരമായ നീക്കമായിരുന്നു. ആ ദൗത്യം ഏറ്റെടുത്തത് മേഘാലയയിൽ നിന്നുള്ള ക്യാപ്റ്റൻ കീസിംഗ് ക്ലിഫോർഡ് നോങ്ഗ്രം എന്ന 24-കാരനായിരുന്നു. പാകിസ്ഥാൻ സൈന്യം കുന്നിൻ മുകളിൽ നിന്ന് മെഷീൻ ഗണ്ണുകൾ ഉപയോഗിച്ച് തുരുതുരാ വെടിയുതിർത്തു. ഇന്ത്യൻ സൈനികർക്ക് ഒളിച്ചിരിക്കാൻ പോലും ഒരിടമില്ലാത്ത കുത്തനെയുള്ള മലനിരകൾ. മുന്നോട്ട് നീങ്ങിയ ക്യാപ്റ്റൻ നോങ്ഗ്രത്തിന് നേരെ വെടിയുണ്ടകൾ പെയ്തിറങ്ങി. 5 വെടിയുണ്ടകളാണ് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ തറച്ചത്. പക്ഷേ മരണം മുന്നിൽ കണ്ടിട്ടും ആ യുവാവ് പിന്മാറിയില്ല. ശരീരത്തിൽ നിന്നും രക്തം വാർന്നൊഴുകുമ്പോഴും അദ്ദേഹം ശത്രുവിന്റെ ബങ്കറിലേക്ക് ഇരച്ചു കയറി. തന്റെ കയ്യിലുണ്ടായിരുന്ന ഗ്രനേഡുകൾ ശത്രുപാളയത്തിലേക്ക് എറിഞ്ഞു. വെടിയുണ്ടകൾ തീർന്നപ്പോൾ വെറും കൈകൊണ്ട് അദ്ദേഹം ശത്രുക്കളോട് മല്ലിട്ടു. ഒടുവിൽ ആ മലമുകളിൽ ഇന്ത്യൻ പതാക പാറിച്ച ശേഷമാണ് ആ ധീരൻ മണ്ണിൽ വീണത്. പിന്നീട് മൃതദേഹം വിട്ടു നൽകിയപ്പോൾ പാകിസ്ഥാൻ സൈനികർ പോലും പറഞ്ഞു, "നിങ്ങളുടെ ഈ ഓഫീസറുടെ ധീരത ഞങ്ങളെ അത്ഭുതപ്പെടുത്തി. ഒരു പോരാളി എങ്ങനെയായിരിക്കണമെന്ന് അദ്ദേഹം കാണിച്ചു തന്നു." മരണാനന്തരം ഇന്ത്യ അദ്ദേഹത്തിന് മഹാവീർ ചക്ര നൽകി ആദരിച്ചു. ഭാരതത്തിന്റെ ചരിത്രത്താളുകളിൽ ഇന്നും അധികമാരും അറിയാത്ത ഒരു കണ്ണുനീർ തുള്ളിയാണ് ക്യാപ്റ്റൻ നോങ്ഗ്രത്തിന്റെ ഈ ധീരകഥ.